2025 കടന്നു വരുന്നു. എല്ലാവർക്കും ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്ത് ശീതളപാനീയം ഒരുക്കിയിട്ടുണ്ട്. ഘോഷയാത്ര കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്ത് മതിലിനോട് ചേർന്ന് ശീതളപാനീയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞൂരിന്റെ ക്രിസ്മസ് ഘോഷയാത്ര നദാലെ 2025 125 വർഷ ജൂബിലി നിറവിൽ നൂറുകണക്കിന് പാപ്പന്മാരുടെയും മാലാകന്മാരുടെയും അകമ്പടിയോടുകൂടി കാഞ്ഞൂരിന്റെ ക്രിസ്മസ് ഘോഷയാത്ര നദാലെ കടന്നു വരികയാണ്. ഏവർക്കും കാഞ്ഞൂർ KCBM യൂണിറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കാഞ്ഞൂർ KCBM അണിയിച്ചു കൊടുക്കുന്ന സീക്രട്ട് സാന്റ ലക്കി ഡ്രീം ഏതാനും മിനിറ്റുകൾക്കകം ആരംഭിക്കുന്നതാണ്.
പിന്നിടുമ്പോൾ കോഴിയും അതുപോലെ തന്നെ അവശേഷിക്കുകയാണ്. 20 നാടൻ താറാവുകൾ, 10 നാടൻ കോഴികൾ, 80 കിലോയോളം നാടൻ മട്ട വണ്ടിയരിയും തുടങ്ങി 1025 അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളിട്ട്, നമ്മുടെ 40 യൂണിറ്റിനും 1000 രൂപ വെച്ചുള്ള സമ്മാനമുണ്ട്. അപ്പോൾ എല്ലാവരും അത്ര അത് 7 അംഗങ്ങളെങ്കിലും ഒന്നാം മാത്രമേ ആ സമ്മാനത്തുക കൊടുക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് ആരും പോയി 6 പേരും ഒന്നാലും കിട്ടില്ല, 7 പേരെങ്കിലും സ്റ്റേജിൽ കയറ്റാൻ എത്ര പേര് നിങ്ങൾ സന്തോഷമുള്ളൂ. അതുപോലെ തന്നെ താവളം വന്നൊരു തുക അത് ഇപ്പോൾ കൊടുക്കുന്നില്ല, 1000 രൂപ വെച്ചുള്ളതാണ് ഇപ്പോൾ കൊടുക്കുക. അതുകൂടാണ്ട് നത്താലേക്ക് സമ്മാനം മേടിച്ചവർക്ക് ഇപ്പോൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അതുപോലെ താക്കോൽദാന കർമ്മത്തിന് കർമ്മങ്ങളുണ്ട്, അത് നേടിക്കൊണ്ട് പോകുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എത്ര അല്പം അസുഖങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും അസുഖങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ മുഴുവൻ സമയം നമ്മോട് കൂടി ചെലവഴിച്ച അച്ഛനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ കൂടി കഴിയുന്ന അച്ഛനെ വളരെ ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ജോസച്ചനുണ്ട്. അച്ഛനെ ഈ മഞ്ഞും തണുപ്പൊക്കെ കൊണ്ട് നമ്മളോട് കൂടെ ഇത്രയും നേരം എല്ലാത്തിലും നമ്മളോട് കൂടെ ആയിരുന്നു. ജോസച്ചനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ റിൻസച്ചൻ നീട്ടിക്കൊണ്ടുപോകുന്ന റിൻസച്ചൻ, അമരച്ചൻ, ഡീക്കൻ, ഇവരെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കേൾക്കാരന്മാരായ ജോസ്, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ ഡെയ്സി, ബിജു, ഡേവിസ്, ഇവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവിടെ കൂടിയിരിക്കുന്ന ഈ കുഞ്ഞു മാലാകമാര്, മക്കള്, പപ്പാനികള് ഒത്തിരി അധ്വാനിച്ചാണ് ഈ 40 യൂണിറ്റും ഇവിടെ ഒത്തിരി സാമ്പത്തിക ബാധ്യതയുണ്ട്. എല്ലാ തരത്തിലുള്ള തൊഴിലുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ക്കാരന്മാരെ, വൈസ് ചെയർമാൻ, സംഘ കമ്മിറ്റി ഭാരവാഹികളെ, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, കുടുംബ യൂണിറ്റുകളിലെ ഭാരവാഹികളെ, ഈ ബോൺനത്താലെ 1025 വർഷ ജൂബിലി കൊണ്ടാടുന്ന ഈ വർഷം നടത്തിയ ഈ ബോൺനത്താലയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന പ്രിയമുള്ള ഇടവക സമൂഹമേ, നമുക്ക് കേട്ടിട്ടുള്ളൊരു ചൊല്ലുണ്ട്, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഞാൻ താല്പര്യപ്പെടുന്നതും അതുപോലെ ഒരു കാര്യമാണ്. ഒന്ന്, നമ്മളെല്ലാവരും ഏകദേശം 2 മണിക്കൂറോളം സമയമായി ഗ്രൗണ്ടിൽ നിന്ന് കുറേ സമയം അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഈ വഴി മുഴുവൻ നടന്ന് വളരെ ക്ഷീണിതരായിട്ട് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ വലിയ സന്ദേശങ്ങളൊന്നും കേൾക്കാനുള്ള ഒരു അവസ്ഥയിലല്ല, മാനസികാവസ്ഥയിലല്ല നിങ്ങളൊക്കെ. എനിക്കും അതുപോലെയാണ്. കൂടുതലൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. ഇന്നത്തെ ഒരു പ്രത്യേകത, കാഞ്ഞൂർ ഇടവക ദൈവവിളി കൊണ്ട് വളരെ സമ്പന്നമാണ്. ഒത്തിരി വൈദികരും സന്യസ്തരും ഇവിടെയുണ്ട്. ഞങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഈ വൈദികരും ശമാശന്മാരും മാത്രമല്ലാതെ ഇന്ന് കുറേ അധികം പുരോഹിതന്മാരും സന്യാസിനികളും ഈ കൂട്ടത്തിലുണ്ട്. കാര്യം നമുക്ക് മനസ്സിലായല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് അച്ഛന്മാരും സന്യാസിനികളുമാണ്. ഇവിടെ പല വേഷഭൂഷാദികൾ ധരിച്ചവർ ഒത്തിരിയുണ്ട്. രാജാക്കന്മാരും രാജ്ഞിമാരായിട്ടുള്ളവരുണ്ട്, ഇടയന്മാരായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വേഷങ്ങളൊക്കെ ധരിച്ചെത്തി നസ്രാണി മംഗമാര്, അതുപോലെ മാർഗംകളിക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കുറേ ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ നമ്മളെ ബോൺനത്താലെ ഏറ്റവും ആകർഷകമാക്കാനായിട്ട് ഓരോ യൂണിറ്റും ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം നമ്മളെല്ലാവരും ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഈ ഗ്രൗണ്ട് ഇതുപോലെ നിറയുന്നത് വളരെ അപൂർവം ദിവസങ്ങളിൽ മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ബൈബിൾ കൺവെൻഷൻ നടന്നപ്പോൾ ഇതുപോലെ വളരെ മനോഹരമായിട്ട് ഈ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞു. ഇന്ന് വീണ്ടും ഈ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാം കാഞ്ഞൂർ ഇടവകയുടെ ഒരു ആഹ്ലാദ തിമർപ്പാണ്. യേശുവിൻ്റെ ജനനം നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്.
യേശു ജനിച്ചു, ലോകരക്ഷകൻ ജനിച്ചു എന്നുള്ള വാർത്ത ആദ്യം ശ്രവിച്ചത് പാവപ്പെട്ട ആട്ടിടയന്മാർ. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇടയന്മാർ ആടുകൾക്ക് കാവൽ നിന്നിരുന്ന ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ ദൈവദൂതൻ ദൈവമഹത്വത്തിൽ അവരെയൊക്കെ അങ്ങ് പ്രകാശിപ്പിച്ചപ്പോൾ അവരൊക്കെ ഭയവിഹ്വലരായി, ആകെ അസ്വസ്ഥരായി. ദൈവദൂതൻ പറഞ്ഞതെന്താ? ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്കൊരു സദ്വാർത്ത തരാൻ വന്നതാണ്, നല്ലൊരു വിശേഷം പറയാൻ വന്നതാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ വാർത്ത അവർക്കെല്ലാവർക്കും വലിയ സന്തോഷം നൽകി. അതോടൊപ്പം തന്നെ മാലാഖ വൃന്ദം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ്. ഈ സന്മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലത് ചെയ്യുകയും ചെയ്യുന്നവരാണ്. നേരെ മറിച്ച് ചീത്തയായത് ചിന്തിക്കുകയോ തിന്മയായിട്ടുള്ളത് പറയുകയോ വിദ്വേഷം പടർത്തുകയോ ഒക്കെ ചെയ്താൽ അവരെ നമുക്ക് നല്ല മനസ്സുകാരെന്ന് പറയാൻ പറ്റില്ല, സന്മനസ്സുകളെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് നാൾ മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ മുമ്പ് വികാരിയായിരുന്ന ഒരു പള്ളിയിൽ, അവിടെ ഒരു ജംഗ്ഷനിൽ ഒരു ഫ്ലക്സ് ഏതോ കുറച്ച് കുട്ടികൾ വന്ന് കീറിക്കളഞ്ഞു. ആ ഫ്ലക്സ് കീറിക്കളഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം എന്താ, അത്രയ്ക്ക് ആ ഫ്ലക്സ് നശിപ്പിക്കാൻ അവർക്ക് പറ്റിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും പുള്ളിച്ചാടി പോകുമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അവർ സ്കൂളിൽ ചെന്നപ്പോൾ കഥയാകെ തിരിഞ്ഞു പറഞ്ഞു. ഈ ഫ്ലക്സ് ഉപയോഗം കഴിഞ്ഞ ഫ്ലക്സ് അല്ലായിരുന്നു, വരാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ളൊരു ഫ്ലക്സ് ആയിരുന്നു. ആ ഫ്ലക്സ് നശിപ്പിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പരാതിപ്പെട്ടു. ആരോ അപ്പൊക്കെ സൂചന കിട്ടി, ഇന്ന കുട്ടികളൊക്കെയാണ് ഇത് ചെയ്തതെന്ന്. മാത്രമല്ല അവിടെ CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ഏത് കുട്ടികളൊക്കെയാണ് ഇത് ചെയ്തത്. സ്കൂളിൽ ഹെഡ്മാസ്റ്റർ കുട്ടികളെ അസംബ്ലി സമയത്ത് അത്രയും പേരെ മുന്നോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. ക്ലാസ് ടീച്ചറെ വിളിച്ചു, അവരോട് കാര്യങ്ങളൊക്കെ തിരക്കി. നിങ്ങൾ ഇന്നലെ ആ ജംഗ്ഷനിൽ എന്തെങ്കിലും കൃത്യവിലോപം നടത്തിയോ, ശിഥിലീകരണ വാസന എന്തെങ്കിലും ചെയ്തോ, തിന്മയായിട്ടുള്ള ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഇവരൊന്നും സമ്മതിക്കണില്ല. എല്ലാവരും ഞങ്ങളൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അവർ ചെയ്ത കാര്യം സമ്മതിക്കാതിരുന്നപ്പോൾ ഹെഡ്മാസ്റ്റർ CCTVയിൽ കിട്ടിയ കാര്യം അത് പ്ലേ ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തു. പിന്നെ ആരുടെയും തല ഉയർന്നില്ല, എല്ലാവരുടെയും തല താഴ്ന്നുപോയി. തിന്മയ്ക്ക് കൂട്ടുനിന്ന് കഴിയുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ്, സമാധാനമില്ല, സന്തോഷമില്ല. നന്മയ്ക്ക് കൂട്ടു നിൽക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ ആശ്വാസമാണ്, സമാധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളാകണം, നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം, നല്ലത് ചെയ്യണം. നാട്ടിൽ എവിടെയൊക്കെ നന്മയുണ്ടോ അതിനോടൊക്കെ നമ്മൾ സഹകരിക്കണം, അതിനോടൊക്കെ നമ്മൾ കൂട്ടുചേരണം. മറിച്ച് എവിടെയെങ്കിലുമൊക്കെ തിന്മയുണ്ടോ, ചീത്തയായിട്ടുള്ളത് ചിന്തിക്കാതിരിക്കാനും ചീത്തയായിട്ടുള്ളത് പറയാതിരിക്കാനും ചീത്തയായിട്ടുള്ളത് ചെയ്യാതിരിക്കാനും ചീത്തപ്രവർത്തനോടെ കണ്ടാലും അതിനോട് കൂട്ടുചേരാതിരിക്കാനും ഒരു തീരുമാനമെടുത്താൽ ദൈവം മഹത്വം പ്രാപിക്കും, മനുഷ്യന് സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ സന്തോഷം ഏറെ നാൾ നിൽക്കട്ടെ, പ്രത്യേകിച്ച് ജൂബിലി വർഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാശിയേറിയ മത്സരം എല്ലാവരും ഒന്ന് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച്. രണ്ടാം സമ്മാനം നല്ലൊരു കൈയടി കൊടുക്കട്ടെ. വളരെ വാശിയേറിയ മത്സരമായിരുന്നു നമ്മുടെ ബൈബിൾ ക്വിസ്. മൂന്നാം സമ്മാനം വാങ്ങിയത് യൂണിറ്റുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഏകദേശം 10 മാസങ്ങൾ കൊണ്ട് നടത്തി
താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം നടയും നിരാ കാഴ്ചയുമാ ബിന്ദൂരം മാനവരും ഒന്നായൊരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊൻമകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊൻമകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ 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 സ്വർഗീയ സേനകൾ പാടുന്നു സ്നേഹം മഞ്ഞിരയാകുന്നു ആരിലെ തോരിരുൾ മായുന്നു ആരിലും താരന്റെ പുൽസുരനോ ഇരവിലകന്ന മനസ്സിലരികെ നിറഞ്ഞ ചിരിയുവാൻ കരനിറഞ്ഞൊരു കരവിലകരി പകരു കരിവുമായി ഈരാവിൽ മോചാതനോ സ്വർഗതാരം മാനവനോ മണിനിറയിൽ ധനപേരിലും അഴകിനലയകരി ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം അഴയും കാഴ്ചയുമായി അകതാരിലാനന്ദമായി ബിന്ദൂരം മാനവരും ഒന്നായൊരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊൻമകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ 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 സിസ്റ്റേഴ്സ്, ക്കാരന്മാരെ, വൈസ് ചെയർമാൻ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, വിവിധ കമ്മിറ്റികളിലെ കൺവീനർമാരെ, സ്നേഹം നിറഞ്ഞ ഇടവക സമൂഹമേ, ഏറെ സന്തോഷത്തോടെയും വളരെ അഭിമാനത്തോടെയും ഉള്ളൊരു ദിനമാണിന്ന്. നമ്മുടെ ജൂബിലിയുടെ ഭാഗമായി കാഞ്ഞൂർ ഫൊറോന ദേവാലയം നിർമ്മിച്ച് നൽകിയ 4 ഭവനങ്ങളുടെ താൽക്കോൽ ദാനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നലെ അതിൻ്റെ ആശീർവാദ കർമ്മം നടന്നു. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമ്മളുടെ ഒരു പങ്ക് ആ ഭവനത്തിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണ്. 623 സ്ക്വയർ ഫീറ്റുള്ള വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള 4 ഭവനങ്ങളാണ് പാരിഷ് കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുത്ത കൺസ്ട്രക്ഷൻ കമ്മിറ്റി 2024 സെപ്റ്റംബർ മാസത്തിൽ ഈ പദ്ധതിയുമായി ആലോചന നടത്തുകയും അതിനൊരു ആർക്കിടെക്റ്റിനെ നിശ്ചയിക്കുകയും ടെൻഡർ വിളിച്ച് 8 ടെൻഡർ അപേക്ഷകരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റ് കോട്ട് ചെയ്ത കോൺട്രാക്ടറെ നമ്മൾ ചുമതലപ്പെടുത്തി 6 ഘട്ടങ്ങളായി നിർമ്മാണം പൂർത്തിയാക്കി ഡിസംബർ 1, 2024 തറക്കല്ലിട്ടു. മനോഹരമായി പണിയുവാൻ നമുക്ക് സാധിച്ചു. കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ അശാന്തമായ പരിശ്രമം എന്നും ഉണ്ടായിരുന്നു.
38.5 ലക്ഷം രൂപ ഏകദേശം 4 വീടുകൾക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കും, വികാരിയച്ഛനും, കൈക്കാരന്മാർക്കും, വൈസ് ചെയർമാനും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഈ പ്രോജക്റ്റിനു വേണ്ടി സഹായിച്ച ഇടവകയിലെ സംഘടനകൾക്കും സുമനസ്സുകൾക്കും നന്ദിയോടെ ഓർക്കുന്നു. ഈ 4 ഭവനം ലഭിച്ച കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ 4 ഭവനങ്ങളിലെ കുടുംബങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഞാൻ അവരുടെ പേരുകൾ വിളിക്കാം. അപ്പോൾ അവർ ഓരോ ഫാമിലിയായിട്ട് ദയവായി സ്റ്റേജിലേക്ക് വരിക. 3 സിജി സുനിൽ ആൻഡ് ഫാമിലി, യൂണിറ്റ് 16, കല്ലുവെട്ടിപ്പറമ്പിൽ വീട്, പാറപ്പുറം. ആ വീടുകൾ ആധാരം ചെയ്ത് അവരുടെ പേരിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ എല്ലാ ഡോക്യുമെന്റും പഞ്ചായത്തിലെ മുന്നാധാരങ്ങളെല്ലാം ഇപ്പോൾ കൈമാറുന്നു. ജൂബിലി ഹോം 2, സ്മിഷ KD ആൻഡ് ഫാമിലി, യൂണിറ്റ് 13, കരിയക്കാട്ടിൽ വീട്, പുതിയേടം. ജൂബിലി ഹോം 3, പ്രിൻസി ജിജൻ ആൻഡ് ഫാമിലി, യൂണിറ്റ് 40, മുണ്ടയ്ക്കാമറ്റത്തിൽ വീട്, പുതിയേടം. ജൂബിലി ഹോം 4, സിന്ധു UR ആൻഡ് ഫാമിലി, യൂണിറ്റ് 14, അതിർത്തിയിൽ താമസിക്കുന്നതാണ്, ഊരുപറമ്പിൽ വീട്, പുതിയേടം. മകനിവിടെയുണ്ട്. അവന് മുകളിലേക്ക് കയറാൻ അസൗകര്യം ഉള്ളതുകൊണ്ടാണ്. അടുത്തത് ഈ ഭവനം ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് സൗമ്യ മോൾ ജിമ്മി.